തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത് പിണറായിക്കെതിരെ മാത്രമാണ്? നമുക്കൊറ്റ നോട്ടത്തിൽ അതല്ലേ പറയാൻ പറ്റൂ. ഇതിപ്പോൾ ചിലരെ ആളുകൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നത് ഇതിനെ മേളിലോട്ട് ഉയർത്തി ഇതിൻ്റെ വേര് പറിക്കാൻ വേണ്ടിയാണ്. MT കേരളത്തിൻ്റെ എല്ലാം പൊതു സ്വത്തല്ലേ. MT വാസുദേവൻ നായരുടെ ദർശനങ്ങളെന്ന് പറയുന്നതിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരുപോലെ അതിനെ മാനിക്കല്ലേ. അദ്ദേഹം മുഖ്യമന്ത്രിയെ സ്റ്റേജിലിരുത്തിയല്ലേ ഇത് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്വാസത്തിൽ പറയുകയാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ചാണ്, മോഡിയെക്കുറിച്ചാണെന്ന് പറയും. ഏതായാലും ബൈഡനെക്കുറിച്ചും ട്രംപിനെ കുറിച്ചുമാണെന്ന് പറയാതിരുന്ന മഹാഭാഗ്യം. ഇവർ മേളിലേക്ക് ഉയർത്തി വേര് പറിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാപട്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ പിണറായി കുറിച്ച് മാത്രമാണ്, മോദി അതിനകത്ത് വരുന്നേ ഇല്ല എന്നാണോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? അങ്ങനെയല്ല, അതൊരു ചെറിയ ഡിസ്റ്റർബേഷനാണ്. അവിടെ ഈ സ്വഭാവമുള്ള ആളുകളാണ്. ഈ സ്വഭാവം ഇവിടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാ? MT സംസാരിക്കാനുള്ള കാരണം എന്താ? MT എന്താ ഇതുവരെ പറയാതെ ഈ സന്ദർഭത്തിൽ തന്നെ ശ്രീ പിണറായി വിജയൻ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ പറയാനുള്ള കാരണം എന്താ? MT വാസുദേവൻ നായർക്ക് വേറെ എവിടെ വേണമെങ്കിലും പറയാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷേ ഇതേ വേദിയിൽ ലിറ്ററേച്ചറിൻ്റെ ഒരു യോഗത്തിൽ അദ്ദേഹം സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്തിയത് ലോകോത്തരമായ കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, 2003 ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച MTയുടെ ലേഖനമാണ് അദ്ദേഹം ഒരാവർത്തി കൂടി കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിച്ചത്. അപ്പോൾ അത് 2003 AK ആൻ്റണിക്കെതിരെയുള്ള വിമർശനമാണോ ഇപ്പോൾ പിണറായി വിജയനെതിരെ ആവർത്തിച്ചുന്നയിക്കുന്നത്? അല്ല, 2003 അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ചു. പക്ഷേ 2024 അദ്ദേഹം മുഖ്യമന്ത്രിയെ കൂടി ഇരുത്തിക്കൊണ്ട് ഇത് പറയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് പല കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 2004-ലും 2005-ലും 2006-ലും ഒക്കെ എന്താ ഇത് പറയാതിരുന്നത്? അതിനുശേഷം എത്രയോ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. ആ സമയത്തൊന്നും ഇത് പറയണമെന്ന് ശ്രീ MT വാസുദേവൻ നായർക്ക് തോന്നാത്തതാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? MT വാസുദേവൻ നായർ നല്ല കൃത്യതയോടുകൂടി കാര്യവിവരമുള്ള കാര്യങ്ങൾ മനസ്സിന് ഒരു ശങ്കയുമില്ല പറയുവാനുള്ള ചങ്കൂറ്റമുള്ള വ്യക്തിയാണ് എന്നുള്ളത് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയില്ലേ? എന്നേക്കാൾ കൂടുതൽ നികേഷിന് അറിയുമല്ലോ. ശ്രീ MT വാസുദേവൻ നായർ അദ്ദേഹം വളരെ വളരെ സാത്വികനാണ്, നിഷ്കളങ്കനാണ്. അതോടൊപ്പം തന്നെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആളുമാണ്. Debate with MV Nikesh Kumar.